ഹലോ ഫ്രണ്ട്സ്, വില്ലേജ് കുക്കിംഗ് ആൻഡ് ഫാമിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലൊരു അടിപൊളി ഡിഷ് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് ടോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് കൂടിയാണിത്. അപ്പോൾ നമുക്കിനി എഗ് ടോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് കിടക്കാം. എഗ് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഞാൻ പൊട്ടിച്ച് അതിൽ ഉപ്പ് ചേർത്തിട്ട് നന്നായി ഇളക്കി നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഉള്ളിയുടെ കഷ്ണവും ഒരു തക്കാളിയുടെ കഷ്ണവുമാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടും ഞാൻ നന്നായി വട്ടത്തിൽ വെട്ടി വെച്ചിട്ടുണ്ട്. എഗ് ടോസ്റ്റ് ഉണ്ടാക്കുവാനായിട്ട് ഞാനിവിടെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ എന്നിട്ട് പാനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മുട്ടയിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയും ബ്രെഡും നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഇതിന് മേലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡിന് മുകളിലായിട്ട് ഈ മുട്ടയുടെ 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുവും കൂടി ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷ് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.